വിക്രമാദിത്യ കഥകൾ. സാലഭഞ്ജികകൾ കഥ പറയുവാൻ ആരംഭിക്കുന്നു. വിദ്യാസാഗരൻ്റെ കഥ. ഒന്നാം സാലഭഞ്ജിക പറഞ്ഞു: അല്ലയോ ഭോജരാജൻ, അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും പണ്ട് പാടലീപുത്രം എന്ന രാജ്യത്തിൽ വിദ്യാസാഗരൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം ബാല്യത്തിൽ തന്നെ 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, 28 ആഗമങ്ങൾ, 64 കലാവിദ്യകൾ എന്നിവയിൽ അസാമാന്യ പാണ്ഡിത്യം ആർജിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. പ്രത്യുത ജ്ഞാനം വർദ്ധിക്കുന്തോറും ജ്ഞാനതൃഷ്ണയും വർദ്ധിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ലോകത്തിലുള്ള സകല വിജ്ഞാനവും ആർജിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം. അതിലേക്ക് വേണ്ടി അദ്ദേഹം ബ്രഹ്മചര്യാനിഷ്ഠനായി വിജ്ഞാനാർജനത്തിനുള്ള ഒരു ഗുരുവിനെ തേടി നാടുവിട്ടിറങ്ങി. അദ്ദേഹം പല ദിക്കുകളിലും സഞ്ചരിച്ചു. പക്ഷേ തൻ്റെ ആഗ്രഹസാധ്യത്തിനുതകുന്ന ഒരു ഗുരുഭൂതനെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം ഒരു കുന്നിൻ ചെരുവിലുള്ള ഒരു കാനനത്തിൽ എത്തിച്ചേർന്നു. യാത്രാക്ഷീണം കൊണ്ട് അവശനായി തീർന്ന അദ്ദേഹം ഒരു തടാകത്തിലെ ശുദ്ധജലം കുടിച്ച് ദാഹശാന്തി വരുത്തി ഒരു വലിയ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശയിച്ചു. അല്പസമയത്തിനുള്ളിൽ നിദ്രാധീനനായി തീരുകയും ചെയ്തു. പ്രസ്തുത അരയാൽ വൃക്ഷത്തിന്മേൽ ഒരു ബ്രഹ്മരക്ഷസ് ഇരുപ്പുറപ്പിച്ച് തപോനിഷ്ഠനായി കഴിയുകയായിരുന്നു. യഥാർത്ഥത്തിൽ മഹാജ്ഞാനിയായിരുന്ന ഒരു ദിവ്യൻ്റെ പ്രേതം ബ്രഹ്മരക്ഷസായി രൂപാന്തരപ്പെട്ടതായിരുന്നു അത്. കോമളനും തേജസ്വിയുമായൊരു ബ്രാഹ്മണ യുവാവ് വെറും തറയിൽ ശയിച്ചുറങ്ങുന്ന കാഴ്ച അദ്ദേഹത്തെ ജിജ്ഞാസുവാക്കി തീർത്തു. നേരം മധ്യാഹ്നമായിരുന്നു. വിധിപ്രകാരമുള്ള മധ്യാഹ്ന തപസ് കഴിഞ്ഞ് ബ്രഹ്മരക്ഷസ് വൃക്ഷത്തിൽ നിന്നും കീഴെ ഇറങ്ങി. വിവരം ചോദിച്ചറിയാമെന്ന് കരുതി യുവാവിനെ വിളിച്ചുണർത്തി. അദ്ദേഹം ചോദിച്ചു: ഹേ സാധുവായ ബ്രാഹ്മണ യുവാവേ, അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? അങ്ങ് എന്താണ് ഏകനായി വെറും തറയിൽ കിടന്നുറങ്ങുന്നത്? അങ്ങയുടെ ചരിത്രവും ഈ അവശതയ്ക്കുള്ള ഹേതുവും എന്നെ അറിയിക്കുക. വിദ്യാസാഗരൻ കണ്ണുമിഴിച്ച് ആഗതനെ നഖശികാന്തം വീക്ഷിച്ചു. ഭീകാര ആകാരത്തോടുകൂടി ജഠാധാരിയായ ഒരു ഉഗ്രരൂപം തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതാരായിരിക്കുമെന്ന് അറിയാൻ കഴിയാതെ ബ്രാഹ്മണ യുവാവ് അല്പസമയം സംഭ്രാന്തനായി സ്ഥിതി ചെയ്തു. അനന്തരം വിവിധ വികാരാധീനനായി പിടഞ്ഞെഴുന്നേറ്റ് ഉപചാരപൂർവ്വം ബ്രഹ്മരക്ഷസിനെ നോക്കി പറഞ്ഞു: അങ്ങ് ആരായിരിക്കുമെന്ന് എനിക്ക് ഒരു ഊഹവും കിട്ടുന്നില്ല. ഞാനൊരു ബ്രാഹ്മണ യുവാവാണ്. പേര് വിദ്യാസാഗരൻ. പല ദിക്കുകളിലും സഞ്ചരിച്ച് ഈ ഏകാന്ത സ്ഥലത്ത് എത്തിച്ചേർന്നു. പ്രാപഞ്ചികമായ സകല വിജ്ഞാനങ്ങളും ആർജിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. യാത്രാക്ലേശത്താൽ അല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി ഈ അരയാലിൻ്റെ ചുവട്ടിൽ ശയിച്ചു. ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഉറക്കത്തിൽ ആരോ വിളിച്ചുണർത്തിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഉണർന്നു നോക്കിയപ്പോൾ അങ്ങ് മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങ് ആരായിരിക്കും? ഞാൻ ഇതുവരെയും ആർജിച്ചിട്ടില്ലാത്ത വിജ്ഞാനഭാഗങ്ങൾ എന്നെ അഭ്യസിപ്പിച്ചു തരണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞാൻ വളരെക്കാലം എൻ്റെ ആഗ്രഹസാധ്യത്തിന് ഉതകുന്ന ഒരു ഗുരുവിനെ തേടി നടന്നു. എൻ്റെ ഉദ്യമങ്ങളെല്ലാം വിഫലമായി തീർന്നതേയുള്ളൂ. അങ്ങെങ്കിലും എൻ്റെ ആഗ്രഹ നിവൃത്തി വരുത്തിത്തരണം. ബ്രഹ്മരക്ഷസ് മറുപടി പറഞ്ഞു: അങ്ങയുടെ വിജ്ഞാനതൃഷ്ണയിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എനിക്കങ്ങേ അതിഗഹനങ്ങളായ വിജ്ഞാനം അഭ്യസിപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം. എൻ്റെ ശിക്ഷണത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം എൻ്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുവർത്തിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം എൻ്റെ അധ്യാപനം കൊണ്ട് അങ്ങേക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഞാൻ അങ്ങയുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുവർത്തിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകുന്നു. ശരി, നിങ്ങൾ 6 മാസം എന്നോടൊന്നിച്ച് താമസിക്കണം. അത്രയും കാലം നിരാഹാരവ്രതം അനുഷ്ഠിക്കുകയും വേണം. വിശപ്പോ ദാഹമോ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ദിവ്യശക്തിയുള്ള ഒരു മന്ത്രം ഞാൻ ഉപദേശിച്ചു തരുന്നുണ്ട്. ഈ വ്യവസ്ഥ നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം ഞാൻ എനിക്കറിവുള്ളതും അത്യത്ഭുത സിദ്ധികളുള്ളതുമായ വിജ്ഞാനം നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. വിദ്യാസാഗരൻ വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി സമ്മതിച്ചു. അനന്തരം രണ്ടുപേരും ഒന്നിച്ച് അരയാൽ വൃക്ഷത്തിൽ കയറി. ബ്രഹ്മരക്ഷസ് പൂർവ്വസ്ഥാനത്തും വിദ്യാസാഗരൻ അതിനു താഴെ ഒരു ശാഖയിലും ഇരുപ്പുറപ്പിച്ച് യഥാവിധി വിദ്യോപദേശവും ആരംഭിച്ചു. ബ്രഹ്മരക്ഷസ് ഉപദേശിക്കുന്ന വിദ്യകളും മന്ത്രങ്ങളുമെല്ലാം ബ്രാഹ്മണ യുവാവ് പഠിക്കുക മാത്രമല്ല, അരയാലിലയിൽ കുറിച്ചെടുത്ത് ഗ്രന്ഥരൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മരക്ഷസ് വ്യവസ്ഥ ചെയ്തിരുന്ന പ്രകാരം 6 മാസക്കാലം അവരുടെ ഗുരുശിഷ്യ ബന്ധം തുടർന്നു. അവർക്ക് വേർപെടാനുള്ള സമയം സമാഗതമായി.
ഒരു സുപ്രഭാതത്തിൽ ഗുരു ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, വത്സ, നമ്മുടെ വ്യവസ്ഥയനുസരിച്ചുള്ള 6 മാസം ഇതാ പൂർത്തിയാകുന്നു. അങ്ങൊരു മാതൃകാ ശിഷ്യൻ എന്ന പേർ ആർജിച്ചിരിക്കുന്നു. ഇനി എനിക്കിവിടെ ഒരു നിമിഷവും താമസിക്കാൻ നിർവാഹമില്ല. ഇന്നുച്ചയോടുകൂടി ഞാൻ പരലോകത്തിലേക്ക് യാത്രയാണ്. നമ്മുടെ വ്യവസ്ഥയനുസരിച്ച് അങ്ങയുടെ വിദ്യാഭ്യാസനം പൂർത്തിയായിരിക്കുന്നു. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടും ആത്മസംതൃപ്തിയോടും അങ്ങ് മനസ്സിനിണങ്ങിയ കന്യകയെ വിവാഹം കഴിച്ച് ജീവിത കർത്തവ്യങ്ങൾ നിർവഹിച്ച് അനന്തമായ യശസ്സും പുണ്യവും ആർജിച്ചാലും എൻ്റെ വേർപാടങ്ങെ ഒരു തരത്തിലും കുണ്ഠിതപ്പെടുത്തുകയില്ലെന്ന് വിശ്വസിക്കട്ടെ. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം ശിഷ്യനെ ഹൃദയംഗമമായി അനുഗ്രഹിച്ചു. അടുത്ത യാമത്തിൽ അദ്ദേഹം സമാധിയിൽ ലയിച്ച് പരലോകത്തേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്തു. ഗുരുനാഥൻ്റെ യാത്രാവചസ്സുകൾ ശിഷ്യനെ ഏറ്റവും വിഷാദിപ്പിച്ചെന്ന് പറയേണ്ടതില്ലല്ലോ. എങ്കിലും അനന്തമായ വിദ്യാസമ്പത്തിൻ്റെ ആർജനം അദ്ദേഹത്തെ അതീവ സന്തുഷ്ടനാക്കി തീർത്തു. ഇനിയും തൻ്റെ പര്യടനം തൽക്കാലം തുടരേണ്ട ആവശ്യമില്ലെന്ന് നിശ്ചയിച്ച് അദ്ദേഹം സ്വദേശത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചു. കൈവശം അരയാലിലെ ഗ്രന്ഥവുമുണ്ടായിരുന്നു. വനപ്രദേശങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ കഠിനമായ വിശപ്പും ദാഹവും അവശനാക്കി. കാലാവധി കഴിഞ്ഞതോടുകൂടി ബ്രഹ്മരക്ഷസ് ഉപദേശിച്ചിരുന്ന മന്ത്രത്തിൻ്റെ ശക്തി നശിച്ചതായിരുന്നു ഇതിന് കാരണം. ഏതും കൂസാതെ തികഞ്ഞ ആത്മധൈര്യത്തോടുകൂടി ബ്രാഹ്മണ യുവാവ് യാത്ര തുടർന്നു. സന്ധ്യോടടുത്ത് അദ്ദേഹം കലിംഗദേശത്തെത്തിച്ചേർന്നു. മുമ്പോട്ടൊരടി പോലും വയ്ക്കാൻ ശക്തിയില്ലാതെ തളർന്ന് അവശനായി തീർന്ന അദ്ദേഹം രാജകൊട്ടാരത്തിന് സദൃശം ഗംഭീരമായ ഒരു മന്ദിരത്തിൻ്റെ പുറംതിണ്ണയിൽ ഇരിപ്പുറപ്പിച്ചു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പരിസരങ്ങളെപ്പോലും മറന്നുള്ള ഗാഠനിദ്രയിൽ ആമഗ്നനാവുകയും ചെയ്തു. ആ ബംഗ്ലാവ് പരമഭക്തയായ മന്ദാകിനി എന്ന ഒരു ദാസിയുടെ വകയായിരുന്നു. അലങ്കാരവല്ലി എന്ന അന്വർത്ഥനാമത്താൽ കൂടി അറിയപ്പെട്ടിരുന്ന അവൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിത്യവും പ്രാർത്ഥനാവേളയിൽ നൃത്തം നടത്തി വന്നു. പതിവ് പോലെ ക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞ് രാത്രി വളരെ വൈകിയതിനു ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടുവാതിക്കലെത്തിയപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണ യുവാവ് ബോധം കെട്ട രീതിയിൽ നിശ്ചലനായി കിടക്കുന്നത് കണ്ടു. അഗാധമായ ശ്വാസോച്ഛ്വാസമല്ലാതെ ആ ശരീരത്തിൽ ജീവനുണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം അയാൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ദാസിയെങ്കിലും പരമഭക്തയായിരുന്നവൾ തൽക്ഷണം ഭിക്ഷങ്കരനെ ആളയച്ചു വരുത്തി. നിശ്ചലനായി കിടന്നിരുന്ന ബ്രാഹ്മണ യുവാവിനെ വൈദ്യശാസ്ത്ര മുറപ്രകാരമുള്ള പരിശോധനകൾ നടത്തിയ ശേഷം വൈദ്യൻ പറഞ്ഞു, അമ്മാ, ഇദ്ദേഹം ഏതോ നല്ല കുലത്തിൽ ജനിച്ചവനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആഹാരം കഴിക്കുകയോ ജലപാനം ചെയ്യുകയോ ചെയ്തിട്ട് കുറഞ്ഞത് 6 മാസമെങ്കിലും ആയിരിക്കണം. അത്രയ്ക്ക് ക്ഷീണിതനും അവശനുമായി തീർന്നു ബോധം കെട്ട് കിടക്കുകയാണയാൾ. ഉടൻ വേണ്ട ആഹാരവും ഔഷധവും കൊടുത്ത് ഉചിതമായ ശുശ്രൂഷകൾ നടത്തിയില്ലെങ്കിൽ അയാൾ മരിച്ചു പോകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അയാളുടെ സ്ഥിതി അത്രയ്ക്ക് ആപത്കരമായി തീർന്നിരിക്കുകയാണ്. അല്ലയോ വൈദ്യരെ, ഞാനിനി എന്തു ചെയ്യും? അയാളെ ഉണർത്തുന്നതിന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും യാതൊരു ഫലവുമുണ്ടായില്ല. ഒരേ കിടപ്പ്. അയാളെ രക്ഷപ്പെടുത്തുവാൻ ഒരു മാർഗവുമില്ലേ? ഭയപ്പെടേണ്ട. അഥവാ ഭയപ്പെട്ടതുകൊണ്ട് എന്തു പ്രയോജനം? എന്നാൽ ആവും വിധം ഞാൻ ചികിത്സിച്ചു നോക്കാം. ഞാൻ ഉടൻ തന്നെ വൈദ്യശാലയിലേക്ക് പോയി ഒരു രസായനം കൊടുത്തയക്കാം. അത് ദിവസം 3 പ്രാവശ്യം വീതം അയാളുടെ ശരീരത്തിൽ ആ സകലം പുരട്ടി മൃദുവായി തിരുമണം. ഈ ചികിത്സ 8 ദിവസം നടത്തണം. അതിൻ്റെ ഫലമായി രസായനത്തിൻ്റെ വീര്യം രോമകൂപങ്ങളിലൂടെ അയാളുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് പൂർണ്ണ സുഖം നൽകുന്നതായിരിക്കും. അവൾ ഭിഷങ്കരനോട് നന്ദി പറഞ്ഞ് തൻ്റെ വിശ്വസ്ത തോഴിയെ വിളിച്ച് വൈദ്യരുടെ കൂടെ അയച്ചു. രോഗിയെ ഉടൻ തന്നെ വീട്ടിനുള്ളിലാക്കി ഒരു മെത്തയിൽ ശയിപ്പിച്ചു. വൈദ്യൻ നിർദ്ദേശിച്ച പ്രകാരം അവൾ അയാളെ 8 ദിവസവും അഹോരാത്രം ശുശ്രൂഷിച്ചു. ഏവം വിധമുള്ള ശുശ്രൂഷയുടെയും ഔഷധപ്രയോഗത്തിൻ്റെയും ഫലമായി 8-ാം ദിവസം കഴിഞ്ഞപ്പോൾ രോഗി സാവധാനം എഴുന്നേറ്റിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പൂർവാധികം തേജസ്വിയുമായി തീർന്നു. കഴിഞ്ഞ 6 മാസക്കാലത്തിനുള്ളിലെ തൻ്റെ ദേശാടനം, സംഭ്രമജനകവും വിസ്മയാവഹവുമായ അനുഭൂതികൾ, ബ്രഹ്മരക്ഷസുമായുള്ള സഹവർത്തിത്വം മുതലായവയുടെ സ്മരണകൾ മിന്നൽ പിണറിൻ്റെ വേഗത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പാഞ്ഞു. തൽക്ഷണം അവിടം വിട്ടകലുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉദ്യമം ഗ്രഹിച്ച മന്ദാകിനി അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ യുവാവേ, അങ്ങയുടെ സംരംഭം എന്താണ്?
മാരകമായ ശാരീരിക ആശ്വാസത്തിൽപ്പെട്ട അവശനായി കിടന്നിരുന്ന അങ്ങേ ഞാൻ രാപകൽ ശുശ്രൂഷിച്ച് ജീവാപായത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. എന്നിട്ട് എന്നോടൊരു നന്ദി വാക്കു പറയുവാനുള്ള മര്യാദ പോലും അങ്ങയ്ക്കുണ്ടായില്ല. ഇപ്പോൾ പൂർണ്ണ സുഖം പ്രാപിച്ചപ്പോൾ ഇവിടെ നിന്നും പലായനം ചെയ്യാനാണ് ഉദ്യമം. ഏറ്റവും ഉചിതമായിരിക്കുന്നെന്ന് സമ്മതിച്ചേ തീരൂ. ബ്രാഹ്മണ യുവാവ് ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. എങ്ങനെയെങ്കിലും എത്രയും വേഗം അവിടെ നിന്ന് പലായനം ചെയ്യുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. പക്ഷേ മന്ദാകിനി അയാളെ അവിടെ നിന്ന് നിഷ്ക്രമിക്കുവാൻ ഒരു വിധത്തിലും അനുവദിച്ചില്ല. എന്താ, ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നല്ലോ? അവൾ പകുതി അർത്ഥഗർഭമായും പകുതി പരിഹാസമായും ചോദിച്ചു. അതെ മന്ദാകിനി, ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് മാസങ്ങൾ പലതായില്ലേ. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണാൻ ആഗ്രഹമില്ലാതിരിക്കുമോ? ഭവതിയുടെ നിതാന്ത ശുശ്രൂഷയുടെ ഫലമായി ഞാൻ പൂർണ്ണ സുഖം പ്രാപിച്ചു. ഇനിയെങ്കിലും നാട്ടിലേക്ക് മടങ്ങാതിരിക്കുന്നത് എത്ര വലിയ അനൗചിത്യമായിരിക്കും. ഓ, സരസമായ പദപ്രയോഗം! ആസന്നമരണനായി കിടന്ന അവസരത്തിൽ ഉറ്റവരും ഉടയവരുമൊക്കെ എവിടെയായിരുന്നു? എന്നാൽ ഞാൻ ഖണ്ഡിതമായി പറയുന്നു, അങ്ങയെപ്പോൾ ഇവിടെ നിന്ന് അയക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? ഭവതിയോട് ഞാൻ എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു, സമ്മതിക്കാം. പക്ഷേ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ എനിക്കുള്ള പരിപൂർണ സ്വാതന്ത്ര്യം തടയുവാൻ ആർക്കും അവകാശമില്ല. അതിനാരും പരിശ്രമിക്കുന്നത് ശരിയുമല്ല. ഭവതി എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഏതവസരത്തിലും പ്രത്യുപകാരം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ചോദിച്ചു കൊള്ളുകയേ വേണ്ടൂ. അതിന് തക്ക സന്ദർഭം വരട്ടെ, അപ്പോൾ ചോദിച്ചു കൊള്ളാം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ അങ്ങയെ നിരന്തരം ശുശ്രൂഷിച്ച് മരണത്തിൽ നിന്ന് രക്ഷിച്ച് പൂർണ്ണാരോഗ്യവാനാക്കി തീർത്തത് യാതൊരു സ്വാർത്ഥോദ്ദേശവുമില്ലാതെ ആണെന്നായിരിക്കാം അങ്ങ് കരുതുന്നത്. എന്നാൽ ഞാൻ പറയാം, സ്ത്രീ സഹജമായ ലജ്ജയും സങ്കോചവും നീക്കിവെച്ച് തുറന്നു തന്നെ പറയാം. ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ശിവ ശിവ! ബ്രാഹ്മണൻ കരാങ്കുരികൾ കൊണ്ട് ചെവി രണ്ടും പൊത്തി ഉച്ചരിച്ചു. അല്ലയോ സ്ത്രീരത്നമേ, ഭവതിയെ വിവാഹം കഴിക്കത്തക്ക യാതൊരു യോഗ്യതയും എനിക്കില്ല. അപ്രകാരം ഒരു നിമിഷം ചിന്തിക്കുന്നത് പോലും തുലോം അപഹാസ്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളൊന്നും അവൾക്ക് സ്വീകാര്യമായില്ല. നിഷ്കാമ കർമ്മത്തിൻ്റെയും സമസൃഷ്ടി സേവനത്തിൻ്റെയും മഹത്വത്തെപ്പറ്റി അദ്ദേഹം ഏറ്റവും വാചാലതയോടുകൂടി പ്രഭാഷണം നടത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളൊന്നും പ്രേമാതുരയായി തീർന്നിരുന്ന അവളുടെ കർണങ്ങളിൽ ലേശിയില്ല. നിഷ്കാമകർമ്മം ഒരു ആദർശം മാത്രമാണ് പ്രഭു. സമസൃഷ്ടി സേവനം പവിത്രമായൊരു കർത്തവ്യവും. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ നിഷ്കാമകർമ്മവും സമസൃഷ്ടി സേവനവുമെല്ലാം ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കാനുള്ള പാതകളല്ലെന്ന് അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് തുറന്ന മനസ്സോടുകൂടി എൻ്റെ നിവേദനം ശ്രവിച്ചാലും. എനിക്കിപ്പോൾ വയസ്സ് 22 കഴിഞ്ഞിരിക്കുന്നു. സകല സുഖാനുഭൂതികളും വിലയ്ക്ക് വാങ്ങാനുള്ള സ്വത്തെനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിത സഖാവിന് ഐഹിക നിർവൃതി അരുളുവാനുള്ള ആരോഗ്യവും അനുഭോക്താവിനെ ഒരിക്കലും ചെടിപ്പിക്കാത്ത സൗന്ദര്യവും. സുകുമാരകലകളിൽ ഏതൊരു ദേവകന്യകയും അസൂയപ്പെടുത്തത്തക്ക പ്രാവീണ്യം ആർജിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഇതുവരെയും ഞാൻ ഭർത്തൃമതിയായിട്ടില്ല. സകല യോഗ്യതകളും തികഞ്ഞ പല യുവാക്കന്മാരും എൻ്റെ പാണിഗ്രഹണം കൊതിച്ച് അതിലേക്ക് നേരിട്ടും ദൂതന്മാർ മുഖാന്തരവും എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരിൽ ആരിലും എൻ്റെ ഹൃദയം ലയിച്ചില്ല. അവിവാഹിതയായി സ്വതന്ത്ര ജീവിതം നയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങയെ കണ്ട നിമിഷം മുതൽ ഞാൻ അങ്ങയിൽ ആകൃഷ്ടനായിരിക്കുന്നു. അങ്ങയിൽ ജീവിതാർപ്പണം ചെയ്ത് സർവ്വവിധ സുഖാനുഭോഗങ്ങളും ആസ്വദിച്ച് രമിക്കണമെന്ന് ഞാൻ തീവ്രമായി അഭിലഷിക്കുന്നു. ഞാൻ ജീവിതത്തിൽ കാംക്ഷിക്കുന്ന സകലതും അങ്ങയിൽ കണ്ടെത്തുന്നതോടൊപ്പം അങ്ങയുടെ ജീവിതം സ്വർഗതുല്യം പരമാനന്ദപ്രദമാക്കുവാൻ എനിക്ക് സാധ്യമാകുമെന്ന് അങ്ങ് ദൃഢമായി വിശ്വസിച്ചാലും നമുക്ക് രതിമന്മഥന്മാരെ പോലെ ആയുശിഷ്ടം ആനന്ദിച്ച് നിർവൃതി കൊള്ളാം. അങ്ങ് ഈ എളിയ ദാസിയെ, അങ്ങയുടെ നിതാന്ത ശുശ്രൂഷികയെ നിഷ്കരണം ഉപേക്ഷിക്കരുതേ, അരുതേ. വിദ്യാസാഗരൻ ധർമ്മസങ്കടത്തിലായി. വിദ്യാസാഗരൻ മന്ദാകിനിയെ വിവാഹം ചെയ്യുമോ? വിക്രമാദിത്യ കഥകളുടെ രസകരമായ കഥകൾ മുടങ്ങാതെ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക.